നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് അത്ര നിസ്സാരമായിട്ടൊന്നും കരുതണ്ട. അതിന് ചില പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ട് എന്നുള്ളത് ആർക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് വന്നത് പ്രധാനമന്ത്രി മാത്രമല്ല, നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഓരോ നീക്കവും പിന്നീട് ഏത് തരത്തിലാണ് മാറിയിട്ടുള്ളത് എന്നുകൂടി നോക്കണം. എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്, തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുന്നേ തന്നെ പലവട്ടം അമിത്ഷായും നരേന്ദ്രമോദിയും വന്നുപോയി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ വന്നത് എല്ലാം കൂടി അക്കാര്യത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. അത് പലവട്ടം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തൃശ്ശൂരിൽ ചില ചലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി 76,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. ഇപ്പോൾ BJPയുടെ കൈകളിൽ തന്നെയാണ് തൃശ്ശൂര്. തൃശ്ശൂരിനേക്കാൾ മുന്നേ വിജയിക്കേണ്ട ഇടമായിരുന്നു തിരുവനന്തപുരം. അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളുമുണ്ട്. തിരുവനന്തപുരത്തെ വിജയം എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വിജയമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയത് BJPയുടെ വലിയ വിജയമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ബംഗാളിലും ആസാമിലും ചെന്നപ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുത്തു പറഞ്ഞു. ആ എടുത്തു പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിജയം ചില്ലറയല്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ വിജയം നേടുമ്പോൾ മോദിയും അമിത്ഷായും പറയാറുണ്ട്, ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് കടക്കാൻ പോകുന്നത്. കേരളവും തമിഴ്നാടും എടുത്തു പറയും. ഇക്കുറി വരാൻ പോകുന്ന ഒരു 2 മാസം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ബംഗാളുണ്ട്, ആസാമുണ്ട്, പുതുച്ചേരിയുണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്. ഇതിൽ കേരളവും ബംഗാളുമാണ് ഏറ്റവും നോട്ടമെന്നുള്ളതാണ്. ഇതിന് പിന്നാലെ വരികയുള്ളൂ തമിഴ്നാട്. അതിനല്പം കൂടി സമയമുണ്ട്. പക്ഷെ 2026 BJP കേരളം നേരിട്ട് ഭരിക്കില്ല എങ്കിലും ആരായിരിക്കും ഭരിക്കേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തുന്നത് NDA മുന്നണിയായിരിക്കും കേരളത്തിൽ. തിരുവനന്തപുരത്ത് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും എന്നുള്ള രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദി വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം വരുമെന്ന് പറഞ്ഞിട്ട് 28-ാം ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയാണ്. മുൻപ് ഒരു കാലത്തും വികസനം വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരിടമാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം. എല്ലാ MP-മാരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ് തലസ്ഥാനം. പലരും വിജയിച്ചു പോയി. അപൂർവമായിട്ട് മാത്രം തിരുവനന്തപുരത്തുകാരുണ്ടായിരുന്നുള്ളൂ. ബാക്കി വരുത്തന്മാരായിരുന്നു. നിന്ന് ജയിച്ചു പോകാനുള്ള ഒരു ഇടമായിട്ട് മാത്രമേ കണ്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ തരൂര് വരെ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്തിന് BJP കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. ആ സാഹചര്യം ഇനിയുമാണ് കടന്നു കയറാൻ പോകുന്നത്. നമുക്കറിയാം, അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ടാകും. അപ്പം BJP മുന്നണി ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. 2014 മുതൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണി മത്സരിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് കിട്ടുന്നു. 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. 21ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്ത അടിത്തറയിലാണ് BJP 2 മുന്നണികൾക്കുമെതിരെ മത്സരത്തിന് ഒരുങ്ങുന്നത്. നോക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട,
ആറ്റിങ്ങൽ, പുതുക്കാട് തൃശൂർ ജില്ലയിലെ, ഇരിങ്ങാലക്കുട, നാട്ടികയും തൃശൂർ ജില്ലയിലെ, തൃശൂര്, ഒല്ലൂര്, മണലൂർ, പാലക്കാട്, മലമ്പുഴ ഇവയാണ് 24-ൽ BJP ഒന്നാം സ്ഥാനത്ത്, അതായത് ജയിച്ച മണ്ഡലങ്ങൾ എന്ന് തന്നെ പറയാം. ഈ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് 30,000-ന് മേലുള്ള വോട്ടുകൾ നേടിയ 38 മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത്. 30,000-ന് മുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടി കണക്ക് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം ഈ 38 മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ടുകൾ BJP നേടിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30,000-ലധികം വോട്ടുകൾ നേടിയിട്ടുള്ള 38 മണ്ഡലങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ 38 മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ 40 മണ്ഡലങ്ങളാണ് BJPയുടെ കണക്കുകൂട്ടലിനകത്ത് നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ സാമുദായിക സംഘടനകളൊക്കെ സമീപ സമയത്ത് ഒന്നാകാൻ പോകുന്നു, ഒരു വേദിയിൽ വരുന്നു. സാമുദായിക സംഘടനകളുടെ തലവന്മാരെന്നും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലമൊന്നും അല്ലിത് അണികൾ, അതൊക്കെ മാറിപ്പോയി. SNDP വിഭാഗത്തിന്റെ വോട്ട് CPM-ൽ നിന്ന് ചോർച്ചയുണ്ടായി എന്നുള്ള 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട്. അപ്പൊ SNDP-യുടെയും അതുപോലെ തന്നെ NSS-ന്റെയും ഇപ്പോൾ ശബരിമല വിഷയം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ വേളയിൽ ശബരിമലയെ കൊള്ളയടിച്ച ഈ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മുന്നോക്ക സംഘടനകളുടെയും ഹിന്ദു വിഭാഗത്തിൽ പെടുന്ന ആത്മീയ സംഘടനകളുടെയും പിന്തുണ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചുരുക്കത്തില് 2 പ്രബല മുന്നണികൾക്കും BJP ഭീഷണി ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം രൂപമെടുക്കാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഒരു ആശങ്കയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ നിൽക്കുന്നത്. കാരണം ഈ പറഞ്ഞ കണക്കനുസരിച്ച് BJP ഈ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും കണക്കെടുത്തുകൊണ്ടാണ് ഇവരുടെ മുന്നേറ്റം. അപ്പോൾ ഈ മുന്നേറ്റത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രവർത്തകരെ മുഴുവൻ അദ്ദേഹം ആവേശഭരിതരാക്കിക്കൊണ്ടാണ്, അവർക്ക് ഊർജ്ജസ്വലരാക്കി മാറ്റിക്കൊണ്ടാണ് കേരളം നമ്മൾ മാറ്റിയെഴുതും, ഇതുവരെയുള്ള ഇടത് വലത് ഭരണങ്ങൾക്കൊക്കെ തന്നെ വിരാമമിട്ടുകൊണ്ട് ഒരു ശക്തമായ അടിത്തറയിലേക്ക് BJP കുതിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇവിടെ നരേന്ദ്രമോദി നിരത്തിയിരിക്കുന്നത്. അപ്പോൾ മോദിയുടെ സന്ദർശനം ഒന്നും വെറുതെയല്ല, ചില കണ്ണ് നട്ടുകൊണ്ട് തന്നെയാണ് മോദി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് തിരികെ കയറുമ്പോഴും അടുത്ത വരവിനെ കുറിച്ച് പോലും ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. മോദി സ്ഥാനാർത്ഥി പട്ടിക വരെ മനസ്സിൽ കണ്ടിരിക്കുകയാണ്. അടുത്ത വരവോടുകൂടി ആ പട്ടിക പ്രഖ്യാപിക്കുകയും മറ്റു പലയിടങ്ങളിൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും നരേന്ദ്രമോദി എത്തും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.